കണ്ണൂർ പഴയങ്ങാടിയിൽ നിന്നും ഇതിന് സമാനമായ ഒരു വാർത്തയുണ്ട്. അവിടെ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി. ഓടുമേഞ്ഞ കെട്ടിടം തകർന്നു. ഡ്രൈവർ നായാട്ടുപാറ സ്വദേശി ഷാർലക്കിന് പരിക്കേറ്റു. CK വിജയൻ വിവരങ്ങളുമായി. വിജയൻ, നിയന്ത്രണം വിട്ട 2 വാഹനങ്ങളുടെ വാർത്ത പറഞ്ഞ് തീർന്നതേ ഉള്ളൂ. ഭാഗ്യം കൊണ്ട് ആർക്കും ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നേ ഉള്ളൂ. കണ്ണൂരിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അതിന് സമാനമായ സംഭവം തന്നെയാണ് ഈ പഴയങ്ങാടി റോഡിലും ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കണ്ടെയ്നർ ലോറി ഇടിച്ച് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നും മാറി ആ കൽവെട്ടിന്റെ അരികിലൂടെ വന്ന് തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിൽ ഇടിക്കുന്നു. ആ കെട്ടിടത്തിന്റെ ഈ സീറ്റും അതോടൊപ്പം തന്നെ ഓടുമെല്ലാം തന്നെ ഇടിച്ച് തകർത്ത് ആ കെട്ടിടത്തിന് ഏതാണ്ട് ഭൂരിഭാഗം കെട്ടിടത്തിന്റെ ഭാഗവും ആ ഇടിയുടെ ആഘാതത്തിൽ തകർന്നു. ഈ റോഡിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ശരിക്ക് പഴയങ്ങാടിയിൽ നിന്ന് വളപട്ടണത്തേക്ക് വരുന്ന ഒരു KSTP റോഡാണ്. ഈ റോഡിന് നേരത്തെ മുതൽ തന്നെ അമിതമായ മിനുസമുണ്ട് എന്നതുൾപ്പെടെയുള്ള പരാതിയുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ വൈകുന്നേരം മുതൽ ഈ ഭാഗത്തെല്ലാം തന്നെ മഴയുമുണ്ട്. ഈ മഴയും ഈ റോഡിന്റെ അവസ്ഥയും എല്ലാം കൂടി ചേർന്നാണ് അപകടമുണ്ടായത് എന്നാണ് പോലീസിന്റെയും മറ്റും നിഗമനം. പക്ഷേ മറ്റ് ആളപായമുണ്ടായില്ല, മറ്റു ഡ്രൈവർക്ക് ഗുരുതരമായ പരിക്കുണ്ടായില്ല എന്നതൊക്കെയാണ് ആശ്വാസം. പക്ഷേ ഈ റോഡരികിൽ നിൽക്കുന്നത്, ഇത്തരത്തിലുള്ള വളവും അത് കഴിഞ്ഞു വരുന്ന സ്ഥലത്ത് റോഡരികിൽ നിൽക്കുന്നത് എത്രമാത്രം അപകടകരമാണ് എന്നുകൂടി ഈ സംഭവം സൂചിപ്പിക്കുന്നുണ്ട്. ശരി, CK വിജയനാണ് വിവരങ്ങൾ നൽകിയത്. എന്താണ് ഈ വാഹനങ്ങൾക്കൊക്കെ സംഭവിക്കുന്നത് എന്നുകൂടി പരിശോധിക്കേണ്ട സമയമാണ്. നിയന്ത്രണം വിട്ട് വാഹനങ്ങൾ ഇടിച്ചു കയറുന്ന സംഭവം ഇപ്പോൾ ഈ ദിവസം ഇത് 3ാമത്തെ വാർത്തയല്ലേ ഈ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ നിയന്ത്രണം വിട്ട് വാഹനങ്ങൾ ഇടിച്ചു കയറാൻ ഇടയാവുന്ന സ്ഥിതി അത് ഈ രാത്രിയിൽ വാഹനം ഓടിച്ച് വരുന്നത് കൊണ്ടാണോ, അതോ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ശരിയായ രീതിയിൽ പരിശോധിക്കാത്തത് കൊണ്ടാണോ, എന്താണ് ഇതിന് പിന്നിൽ സംഭവിക്കുന്നത് എന്ന് കൃത്യമായും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട സമയമാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വഴിയരികിൽ കാത്തു നിൽക്കുന്നവർക്കോ വഴിയരികിൽ വെറുതെ നിൽക്കുന്നവർക്കോ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകുന്ന സാഹചര്യം എന്തായാലും അത് കണ്ടെത്തിയേ മതിയാകും.